എല്ലാവർക്കും നമസ്കാരം. ജൈവവൈവിധ്യം ഈ വാക്കിപ്പോ എല്ലായിടത്തും കേൾക്കാം അല്ലേ? പക്ഷേ എന്താണിത് ശരിക്കും? ആ ഒരൊറ്റ വാക്കിനപ്പുറം അതിനുള്ളിൽ എന്തൊരു വലിയ അത്ഭുത ലോകമാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വരൂ, നമുക്കൊന്ന് ചേർന്ന് ആ ലോകത്തേക്ക് ഒരു യാത്ര പോകാം. ഈ ഒരു കാഴ്ച കണ്ടില്ലേ? പ്രകൃതിയുടെ ഈ സൗന്ദര്യം എത്ര മനോഹരമാണല്ലേ? ഇത് കാണുമ്പോൾ ആരുമൊന്ന് നിന്നുപോകും. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളീ കാണുന്ന ഭംഗിയുണ്ടല്ലോ, അതൊരു വലിയ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഒരു വലിയ രഹസ്യത്തിന്റെ പുറംചട്ട. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ വിസ്മയങ്ങൾ കാണാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. എന്താണ് ശരിക്കും ഈ ജൈവവൈവിധ്യം? സ്കൂളിൽ പഠിച്ച ആ ടെക്സ്റ്റ് ബുക്ക് നിർവചനം അത് മാത്രം പോരാ. നമുക്ക് ഒരു ഉള്ളി പൊളിക്കുന്നതുപോലെ ഇതിന്റെ ഓരോ പാളിയായി അടർത്തിയെടുത്ത് നോക്കിയാലോ? എന്താ, തയ്യാറല്ലേ? ജൈവവൈവിധ്യമെന്ന് കേട്ടാലുടനെ മനസ്സിലേക്ക് ഓടിവരുന്നതെന്താണ്? കുറച്ച് മൃഗങ്ങൾ, പക്ഷികൾ, പൂക്കൾ, മരങ്ങൾ, ഇതൊക്കെയാവുമല്ലേ? സത്യം പറഞ്ഞാൽ അതൊരു തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. യഥാർത്ഥ കഥ, അതിതിനേക്കാൾ എത്രയോ വലുതും ഗംഭീരവുമാണ്. ഓക്കെ, അപ്പോ ഇതാണ് കാര്യം. ജൈവവൈവിധ്യത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. നമുക്ക് സിമ്പിളായി പറയാം. 1, ജീവികളുടെ രൂപത്തിലുള്ള വെറൈറ്റി. 2, അവരെ പ്രകൃതിയിൽ ചെയ്യുന്ന ജോലി എന്താണെന്ന്. പിന്നെ 3-മത്തേത്, ഓരോ ജീവിയുടെയും ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച് ജനിതക രഹസ്യങ്ങൾ. വരൂ, നമുക്കിതോരോന്നായി എടുത്തു നോക്കാം. നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നത് തന്നെ ഏറ്റവും ചെറുതിൽ നിന്നാണ്. പക്ഷേ ചെറുതാണെങ്കിലും ഏറ്റവും അത്ഭുതകരമായ ഒരു തലത്തിൽ നിന്ന്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്തൊരു സൂക്ഷ്മ ലോകം. അതാണ് ജനിതക വൈവിധ്യത്തിന്റെ ലോകം. ഈ സംഖ്യ ഒന്ന് നോക്കിക്കേ, 4 ലക്ഷത്തിലധികം. എന്താണിത്? ഇത് വെറുമൊരു നമ്പറല്ല. ചില പൂക്കുന്ന ചെടികളുണ്ടല്ലോ, അവയുടെ ഉള്ളിലൊളിച്ചിരിക്കുന്ന ജീനുകളുടെ എണ്ണമാണിത്. ഒരു വലിയ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പോലെ ഓരോ ജീനും ഓരോ കഥ പറയുന്നു. ശരി, ഒരു സാധാരണ എലിയെ എടുക്കാം, വീട്ടിലൊക്കെ കാണുന്നത്. അതിന്റെ ഉള്ളില് എത്ര ജീനുകളുണ്ടാകുമെന്നറിയാമോ? ഏകദേശം 1 ലക്ഷം. 1 ലക്ഷം! നമ്മൾ എത്ര നിസ്സാരമായിട്ടാണല്ലേ ചില ജീവികളെ കാണുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിൽ പോലും എന്തൊരു വലിയ ലോകമാണെന്ന് നോക്കൂ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല. ആ ഒരൊറ്റ എലിയുടെ, അതിന്റെ ഒരു കോശം മാത്രം എടുത്ത് അതിനുള്ളിലെ DNA ഒരു നൂലുപോലെ വലുതാക്കിയാൽ അതിന്റെ നീളം എത്രയായിരിക്കുമെന്ന് ഊഹിക്കാമോ? 960 കിലോമീറ്റർ. 960. അത് പറഞ്ഞാൽ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള നീളം വരും അതിന്. ഒരൊറ്റ എലിയുടെ ഒരു കോശം. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഇഒ വിൽസൺ ഇതിനെപ്പറ്റി പറഞ്ഞതെന്താണെന്ന് കേൾക്കണോ? ആ ഒരു എലിയുടെ ജനിതക വിവരങ്ങൾ അത് പ്രിന്റ് ചെയ്ത് പുസ്തകമാക്കിയാൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 15 എഡിഷനുകൾ നിറയുമത്രേ. ഒരു എലിയുടെ കാര്യമാണീ പറയുന്നത്. അപ്പോൾ ഓരോ ജീവിയുടെയും ഉള്ളിൽ എത്ര വലിയ അറിവിന്റെ ശേഖരമാണ് ഒളിച്ചുവെച്ചിട്ടുള്ളതെന്ന് ആലോചിച്ചു നോക്കിക്കേ. ഓക്കെ, അപ്പോ ഓരോ ജീവിയുടെയും ഉള്ളിൽ ഒരു മഹാസമുദ്രം തന്നെയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കൊന്ന് പുറത്തേക്ക് വരാം. ഈ ജീവികളൊന്നും ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, അല്ലേ? ഇവയെല്ലാം തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കണ്ടിട്ടില്ലേ? പ്രകൃതിയെന്ന് പറയുന്നത് കൂട്ടിപ്പിണഞ്ഞുവെച്ച ഒരു വലിയ ചിത്രകമ്പളം പോലെയാണ്. എന്തൊരു ഭംഗിയുള്ള വാക്കുകളാണല്ലേ! ഒരു ചിത്രകമ്പളത്തിലെ ഓരോ നൂലിനും അതിൻ്റേതായ സ്ഥാനവും പ്രയോജനവുമുണ്ട്. ഒന്നു പോയാൽ ആ ഭംഗി നഷ്ടപ്പെടും. അതേപോലെ തന്നെയാണ് പ്രകൃതിയിലും. ഓരോ ചെറിയ പ്രാണി മുതൽ വലിയ മൃഗം വരെ എല്ലാവർക്കും ഒരു റോളുണ്ട്. ആരും ഇവിടെ ചെറുതല്ല, ആരും അനാവശ്യവുമല്ല. ഈ 2 ചിത്രങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇടതുവശത്ത് ജീവൻ തുളുമ്പുന്ന, തഴച്ചു വളരുന്ന ഒരു വനം. വലതുവശത്തോ മനുഷ്യന്റെ ഇടപെടൽ കാരണം ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രദേശം. സ്ഥലം ഒന്നു തന്നെ, അവസ്ഥ 2ആണ്. ആ ചിത്രകമ്പളത്തിലെ ഓരോ നൂലുകൾ, അതാണ് നമ്മൾ ഓരോ മരം വെട്ടുമ്പോഴും വലിച്ചു പൊട്ടിക്കുന്നത്. ശരി, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? ഇത് പ്രകൃതി സ്നേഹികൾക്ക് മാത്രമുള്ള വിഷയമാണോ? ഒരിക്കലുമല്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ്. ജൈവവൈവിധ്യമെന്നു പറഞ്ഞാൽ അത് മനുഷ്യരാശിക്ക് കിട്ടിയ ഒരു നിധിപേടകമാണ്. ഈ നിധിപേടകത്തിനുള്ളിൽ എന്തെല്ലാമുണ്ടെന്നറിയാമോ? നമുക്കിപ്പോൾ ഊഹിക്കാൻ പോലും പറ്റാത്തത്ര സാധ്യതകളാണ്. പുത്തൻ പുതിയ മരുന്നുകൾ, നല്ല പോഷകങ്ങളുള്ള ഭക്ഷണം, ഇൻഡസ്ട്രിക്കു വേണ്ടിയുള്ള പുതിയ വസ്തുക്കൾ, എന്തൊക്കെ? എല്ലാം ഈ പ്രകൃതിയുടെ കയ്യിൽ ഭദ്രമാണ്. നമ്മൾ കണ്ടെത്തണമെന്ന് മാത്രം. ഞാനൊരു ചെറിയ കഥ പറയാം. ഒരു തക്കാളിയുടെ കഥ. പെറുവിലെ ആൻഡീസ് മലനിരകളിൽ ആരും തിരിഞ്ഞു നോക്കാതെ വളർന്നിരുന്ന ഒരു കുട്ടിക്കാട്ടു തക്കാളി. ആ ചെറിയ ചെടി
എങ്ങനെയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള നമ്മുടെ ഡൈനിങ് ടേബിളിൽ എത്തിയതെന്നറിയാമോ? അതെ, അതാണ് ജനിതക വൈവിധ്യത്തിന്റെ പവർ. ഈ ചിത്രമൊന്ന് നോക്കിക്കേ. ഇതുപോലുള്ള ഗ്രാമീണ ചന്തകളുണ്ടല്ലോ, അവിടെയാണ് ഈ തക്കാളിയുടെ കഥ പോലെ ആയിരക്കണക്കിന് കഥകൾ ഒളിച്ചിരിപ്പുള്ളത്. നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാവി, ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന്റെ തന്നെ ഭാവി, ഇതുപോലുള്ള പാരമ്പര്യ അറിവുകളിലും കാഴ്ചകളിലുമാണ്. ഈ വാക്കുകൾ കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ഓരോ വൈദ്യൻ മരിക്കുമ്പോഴും ഒരു ഗ്രന്ഥശാല കത്തിയമരുന്നതിന് തുല്യമാണ്. എന്തൊരു സത്യമുള്ള വാക്കുകളാണല്ലേ! തലമുറകൾ കൈമാറി വന്ന പച്ചമരുന്നുകളെ പറ്റിയുള്ള അറിവുകൾ ആ മരണത്തോടെ ഇല്ലാതാവുകയാണ്. ആ നഷ്ടം അത് നമുക്ക് പിന്നൊരിക്കലും നികത്താൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി, അല്ലേ? ഈ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, അതത്ര എളുപ്പമുള്ളൊരു പണിയല്ല. ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. സങ്കൽപ്പിക്കൂ, നമ്മളെല്ലാവരും ഒരു ആശുപത്രിയില് ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൽ കിടക്കാണ്. എന്നിട്ട് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ആ മെഷീന്റെ ഓരോ സ്പെയർ പാർട്സ് നമ്മൾ തന്നെ എടുത്ത് ഒരു പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ കൊണ്ടുപോയി വിൽക്കാൻ തുടങ്ങിയാലോ? എന്തായിരിക്കും അവസ്ഥ? അതുതന്നെയാണ് നമ്മളിപ്പോ ജൈവവൈവിധ്യത്തോട് ചെയ്യുന്നത്. ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുന്ന അവസ്ഥ. ചുരുക്കി പറഞ്ഞാല് ഒരു കാര്യം മനസ്സിലുറപ്പിക്കാം. ജൈവവൈവിധ്യം എന്ന് പറയുന്നത് ഒരു ലക്ഷറിയല്ല, ഒരു അലങ്കാരമല്ല. അത് ഈ ഭൂമിയെ നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാക്കി നിലനിർത്തുന്ന സിസ്റ്റമാണ്. അതില്ലെങ്കില് നമ്മളില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വെക്കുകയാണ്. ഈ ഭൂമിയുടെ, നമ്മുടെ ഈ ഗ്രഹത്തിന്റെ ഏറ്റവും മൂല്യമുള്ളതും എന്നാൽ ഏറ്റവും ദുർബലവുമായ ഈ ഒരു വിഭവത്തിന്റെ നല്ല കാവൽക്കാരാകാൻ നമുക്കോരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയും? ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. എന്തായാലും നമ്മുടെ ഭൂമിയുടെ ഭാവി അത് നമ്മുടെ തന്നെ കൈകളിലാണ്.